നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ചോരുന്നതിന് മുമ്പ് രാജ്യത്ത് NDAയും ഇന്ത്യ സഖ്യവും തമ്മിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങുകയാണ്. ജൂലൈ 10 നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും വീണ്ടും യുദ്ധത്തിനിറങ്ങാൻ പോകുന്നു. തമിഴ്നാട്, ബംഗാൾ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച MLAമാർ രാജിവെച്ച സീറ്റുകളിലും ജനപ്രതിനിധികൾ മരിച്ച മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേട്ടം കൊഴിയാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യവും വീണ്ടും പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ നല്ല ആവേശത്തിലാണ് നിൽക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്ക് തന്ത്രങ്ങൾ മെനയുന്നതിനും പാർട്ടി നേതൃത്വങ്ങൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. ബംഗാളിലെ റായ്ഗഞ്ച്, ബഗ്ഗ, മണികട്ല, തമിഴ്നാട്ടിലെ വിക്രമണ്ഡി, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗല്ലൗർ, പഞ്ചാബിലെ ജലന്ധർ, ഹിമാചൽ പ്രദേശിലെ ദഹ്റ, ഹമീർപൂർ, നാലാഖർ എന്നീ മണ്ഡലങ്ങളിലാണ് ശ്രദ്ധേയമായ ജനവിധി ഇപ്പോൾ നേടാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിച്ച ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും BJPക്കും മാത്രമാണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 42 ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ 29ലും BJP 12ഇടത്തുമാണ് ജയിച്ചത്. 4 സീറ്റിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കോൺഗ്രസുമായി വീണ്ടും കൈകോർത്ത് മത്സരിച്ച CPMന് കനത്ത തിരിച്ചടിയാണ് ഇത്തവണയും ഏറ്റുവാങ്ങേണ്ടി വന്നത്. തൃണമൂൽ കോൺഗ്രസുമായി സീറ്റുകളുടെ കാര്യത്തിൽ പിണങ്ങിയ കോൺഗ്രസിനും വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏറ്റവും വലിയ തോൽവി ബഹ്റാംപൂരിൽ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിയുടേതായിരുന്നു. മമതയുമായി പലതവണ കൊമ്പുകോർത്ത അധീറിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ കനത്ത പ്രതിസന്ധിയിലാണ് വിട്ടത്. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് വിഷയം ശമിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അധീർ ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് തൃണമൂലിന്റെ യൂസഫ് പത്താനോട് അധീർ രഞ്ജൻ ചൗധരി 85,022 വോട്ടിന് പരാജയപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ഇടത്ത് BJPയും 1ഇടത്ത് തൃണമൂലും ജയിച്ച സീറ്റുകളിലാണ് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃണമൂലിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന സാധൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണികട്ലയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവിടെ TMC രംഗത്തിറക്കിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ചൗബെയാണ് BJP സ്ഥാനാർത്ഥി. 2021 ചൗബെ തന്നെയായിരുന്നു BJPയുടെ സാരഥി. പാണ്ഡെയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് ചൗബെ കട്ല ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ 2022 പാണ്ഡെ മരിച്ചു. എന്നാൽ വിഷയം കോടതിയുടെ പരിഗണനയിലായിരുന്നതിനാൽ ഉടനടി ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. ഏപ്രിലാണ് ചൗബെ തന്റെ പരാതി പിൻവലിക്കുന്നത്. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം റായ്ഗഞ്ചാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് BJPയുടെ കൃഷ്ണ കല്യാണിയായിരുന്നു. എന്നാൽ BJPയിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം തൃണമൂൽ ടിക്കറ്റിന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് TMC അദ്ദേഹത്തിന്റെ വീണ്ടും ഇതേ സീറ്റിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ബാദ്ര മണ്ഡലത്തിലും സമാന സാഹചര്യമാണ് നിലവിലുള്ളത്. BJPയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വിശ്വജിത് ദാസ് മറുകണ്ഠം ചാടി തൃണമൂലിലെത്തി കോൺഗ്രസിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. തുടർന്ന് ബാഗ്ദ നിയമസഭാ മണ്ഡലത്തിൽ TMC രാജ്യസഭാ MP മമതാ ബാല താക്കൂറിന്റെ മകൾ മധും താക്കൂറിനെയും തൃണമൂൽ സീറ്റ് നൽകുകയായിരുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയ സിംഗ് ചാമ്പലെയാണ് വിജയിച്ചത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ച ഇദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് BJPയിലേക്ക് ചേർന്നിരുന്നു. അതായത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. മമതയും പശ്ചിമ ബംഗാളിലെ ഗവർണർ ആനന്ദ് ബോസും തമ്മിൽ കട്ടക്കലിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏത് സമയവും പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്രസേന ഇറങ്ങാം എന്നതിൽ യാതൊരു സംശയവുമില്ല. മമതാ ബാനർജി പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസിനെ തകർക്കാനും അല്ലെങ്കിൽ ജയിലിലടയ്ക്കാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ പരാതികളുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി മമതയും അവിടുത്തെ പോലീസുകാരെയും നല്ലപോലെ എടുത്തിട്ട് ചവിട്ടി പുറത്താക്കുന്ന രീതി, ശക്തമായി വിമർശിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. CPM ഒരു കാരണവശാലും പശ്ചിമ ബംഗാളിൽ മമതയുമായി കൈകോർക്കില്ല. കാരണം അവർ കൈകോർത്താൽ CPMന് കനത്ത പരാജയമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അവിടെ നടത്തിക്കൂട്ടിയ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പശ്ചിമ ബംഗാൾ ഏത് വിധേനയും BJPയുടെ കൈപ്പടിയിൽ ഒതുക്കാൻ അമിത്ഷായും രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയും പ്ലാൻ A അവിടെ പരീക്ഷിക്കാൻ പോവുകയാണ്. അവരുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും RSSും കൂടെ ചേർന്നുകൊണ്ട്, മോഹൻ ഭാഗവതുമായി ചേർന്നുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ഒരു കളി അവർ കളിക്കാൻ പോവുകയാണ്.
അതുകൊണ്ട് തന്നെ ആ കളിയിൽ ഈ ഉപതിരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ മമതയുടെ കാര്യത്തിൽ ഇതോടുകൂടി അവസാനമായ ഒരു തീരുമാനമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഒരർത്ഥത്തിൽ ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ മമതയെയും മോദി പൂട്ടും എന്നതിൽ നമുക്ക് വ്യക്തമാണ്.